عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده صلوا على رسول الكريم. ബഹുമാന്യരായ സാദാത്യങ്ങളെ, ഉലമാക്കളെ, മോമിനിങ്ങളെ, സഹോദരന്മാരെ, ഇത് കാണുമ്പോൾ സന്തോഷമാകുന്നു. വളരെ സന്തോഷം. 1989 എറണാകുളത്തിന്റെ സന്ദർഭത്തിൽ അന്നും ഞാൻ രാഷ്ട്രീയത്തിന്റെ അധികാരം ഉണ്ടായിരുന്നു. ഇന്നും രാഷ്ട്രീയത്തിന്റെ അധികാരമുണ്ട്. പക്ഷെ അന്ന് ആ സമ്മേളനത്തിൽ പോകുമ്പോ വളരെ ഇടത്തടകൾ. മലപ്പുറമല്ല, എറണാകുളത്തിൽ തന്നെ ആള് കൂടുവോ? പോകാൻ പാടില്ല. സർക്കാരുകൾ, ഗവൺമെന്റുകൾ, മന്ത്രിമാരുകൾ തടസ്സപ്പെടുത്തിയാലും മഹാന്മാർ ഹക്കും ജാവും ബർക്കത്തുകൊണ്ട് അന്ന് തുടങ്ങിയ സമ്മേളനത്തിന്റെ ഫലമാണ് ഇന്ന് കോട്ടക്കൽ മൈതാനത്തിൽ ഞങ്ങൾ കാണുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നോട്, ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഹൈക്കമാൻഡ് കുറ്റിച്ചേരയിലുള്ളത് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഹൈക്കമാൻഡ് കുറ്റിച്ചേരയിലുള്ളത് ഷേഖ് മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് മഹാനവറുകൾ അന്ന് പറഞ്ഞു, എറണാകുളം പോകണം, സമ്മേളനത്തിൽ CM പ്രസംഗിക്കണം, താജുൽ ഉലമ കാന്തപുരം AP ഉസ്താദ് ഹക്കാണ്, അത് വിജയിക്കൂ. അന്ന് ആ പറഞ്ഞ ശബ്ദങ്ങൾ, വാക്കുകൾ ഇന്ന് കോട്ടക്കലിന് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇറങ്ങിയതാ ഞാൻ എന്റെ പുതിയാപ്പളുടെ വീട്ടിൽ നിന്ന്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഏഷ്യാന്റെ ബാങ്കായി. ഇവിടെ എത്ര ആളുണ്ട്? ഇത് 2 ഇരട്ടി പുറത്തുണ്ട്. എന്തിനാണ് വരുന്നത്? അധികാരത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടോ അല്ല. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനിന് വേണ്ടിയിട്ട്, അല്ലാഹുവിന്റെ തൃപ്തിക്ക്. എത്ര കുട്ടികൾ മരിച്ച്, മഹാനായ എത്ര മഹാന്മാർ കഷ്ടം സഹിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ആ കാലം താജുൽ ഉലമ പറയുന്നുണ്ടായിരുന്നു, പ്രസംഗിക്കടാ, ഒറ്റക്കായാലും ചിന്തയില്ല, ഞങ്ങൾ വിജയിക്കൂ. അന്ന് മടൂർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് പറഞ്ഞത്, ഉസ്താദിനോട് പറഞ്ഞ വാക്യങ്ങൾ, ഉസ്താദ് അവറുകളെ, നിങ്ങൾ മൂസാ നബിന്റെ സുന്നത്താണ്, ഞാൻ ഖിസർ നബിന്റെ സുന്നത്താണ്, അതുകൊണ്ട് നിങ്ങൾ ദീനിന് വേണ്ടിയിട്ട് നടത്തുക, ഒരു തടസ്സം വരില്ല, അവസാനം നിങ്ങൾക്കായിരിക്കും വിജയം എന്ന് അന്ന് ഘോഷിച്ചത് ഇന്ന് കാണുന്നില്ലേ? സ്റ്റേജിൽ എല്ലാ രാഷ്ട്രീയക്കാരും, CPM, CP, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ജനതാദള്, BJP എന്തുകൊണ്ടാണ് വരുന്നത്? ഉസ്താദിന് ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ? ഇല്ല. ഒറ്റൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ദീനുൽ ഇസ്ലാം, അതിന്റെ നായകം അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനാണ്. കുണ്ടൂർ ഉസ്താദിന്റെ മകൻ ഷഹീദായി. നിങ്ങൾക്കറിയാലോ, ഇത്ര ബുദ്ധിമുട്ടുകൾ ക്ഷമിച്ചു. ഇന്നല്ലാഹ മാ സാബിരീൻ, സബൂർ ചെയ്താൽ അള്ളാഹുവിന്റെ തുണ ഉണ്ടാവുന്നവരെന്നതില് ആണ് ഈ സദസ്സിന് സാക്ഷിയായത്. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു വന്നു. വൈക്കുന്ന് കണ്ടു മലപ്പുറത്ത് ഒരു സമ്മേളനം. ഞാൻ പറഞ്ഞു, പഠിച്ചവനെ, ഇനി ഇവർക്ക് ഹിദായത്ത് വന്നിട്ടില്ല എന്ന്. ഇവിടെ ആള് വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മേളനം. ഒന്നാകണം. മടൂർ ഷേഖിനോട് ഞാൻ ചോദിച്ചു, ഇത് ഒന്നാവൂലേ? ഇപ്പൊ പരിശ്രമിക്കില്ല, സമയം വരുമ്പോ അത് ഒന്നാവും. സെഹറാണ്, കോടാനുകോടി സെഹറുകൾ ഞാൻ ബാത്തിൽ ചെയ്യുന്നുണ്ടോ, സമയം വരുമ്പോ ഒന്നാവും. അതുകൊണ്ട് ആ ഭാഗത്തിലുള്ള
കുറെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ, ഇനി നിങ്ങൾ കാത്തു നിൽക്കണ്ട, വേം വന്നോളി. ഒന്നായി ഇന്ന് ഇതാ സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ സാദാത്യങ്ങള് ആയിരക്കണക്കിൽ ഉലമാക്കള്. ഇനി ആര് വരാനാ കാത്തിക്കുന്നത്? കർണാടകത്തിൽ അന്ന് നടന്ന യാത്ര ഇന്ന് എന്റെ ചീഫ് മിനിസ്റ്റർ എന്നോട് പറയാണ്, എനിക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല, നീ പോയി ആകണം. SYSന്റെ സമ്മേളനം കോട്ടക്കലിൽ പ്രസംഗിക്കണം. കാരണം 13-ാം തീയതി ബഡ്ജറ്റാണ്. 36 മന്ത്രിമാർക്ക് ബഡ്ജറ്റ് വീതി വെക്കുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാന് ചീഫ് മിനിസ്റ്ററാണ്, അതിന്റെ വൈസ് ചെയർമാൻ ഞാനാണ്. അന്നേരം CM പറഞ്ഞു, പ്രശ്നമില്ല, ആ സമ്മേളനത്തിൽ നീ പോകണം. കാരണം മംഗലാപുരത്ത് അന്ന് കൂടിയ ആൾക്കാർ പേജാവർ സ്വാമികളെ അന്തം വിട്ടുപോയി. 2 ലക്ഷം ആൾക്കാർ അരമണിക്കൂർ മഴ പെയ്തു. ചീഫ് മിനിസ്റ്റർ സംസാരം നിർത്താൻ പോയി. ഞാൻ സിദ്ധരാമയ്യനോട് പറഞ്ഞു, സംസാരം നിർത്തല്ല. ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, മഴ വീഴുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് AP ഉസ്താദിന്റെ SSFന്റെ ആൾക്കാരാണ്, മഴ അല്ല, തീ വീണാലും ഒറ്റക്കുട്ടി ഇവിടുന്ന് അനങ്ങൂല. ഒരു കുട്ടി അനങ്ങിയിട്ടില്ല. 6 മണിക്കൂർ മഴ പെയ്തതിന് ശേഷം പേജാവർ സ്വാമി എടുത്ത് സാലെടുത്ത് AP ഉസ്താദിനെ അങ്ങ് വിരിച്ചു കൊടുത്ത് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ശിഷ്യന്മാർ തയ്യാർ ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആളെ കയ്യിൽ 500 ഒരു ബിരിയാണിന്റെ പാക്കറ്റും കൊടുക്കണം, അല്ലേ? ഇവിടെ കുടിക്കാൻ വെള്ളം വരെ കൊടുക്കാനുള്ള ശക്തിയില്ല. പക്ഷേ ആ ആത്മീയത, ആ വളർത്തുന്ന ശക്തി. എന്നോടിപ്പോ ഒരാൾ വരുമ്പോ ചോദിച്ചു, ഇന്നലെ ഞാൻ മുസാഫ് ഇങ്ങനെ ഓതിക്കൊണ്ടിട്ടുണ്ട്, സാദാത്തിമാരെ കൈമുത്തു, നിങ്ങൾ മിനിസ്റ്ററല്ലേ? ഞാൻ മുസാഫിനെ മുത്തി, അയാളും എടുത്തിട്ട് മുസാഫ് മുത്തി. ഞാൻ പറഞ്ഞു, നീ ആ തുണിക്കല്ല മുത്തിയത്? അതെന്ന് പറഞ്ഞ അല്ലല്ല, ആ മുസാഫിന് ചുറ്റിയുള്ള തുണിക്കാണ് ഞാൻ മുത്തിയത്. ഞാൻ പറഞ്ഞു, ആ അത് ശരി. ഞാൻ ഒരു കള്ളാസ് എടുത്തങ്ങ് കീറി. 100 റുപ്യ എടുത്ത് ഞാൻ പറഞ്ഞു, ഇതൊന്ന് കീറുന്ന്. അത് കീറാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, അതും കള്ളാസ് ഇതും കള്ളാസ്. ഇല്ല, ഈ കള്ളാസിൽ റിസർവ് ബാങ്കിന്റെ സീലുണ്ട്, അത് പൈസമാണ്. ഞാൻ പറഞ്ഞു, നമുക്കേ ഇതന്നെയാ എനിക്ക് മനസ്സിലാത്തത്. ഞങ്ങൾ മുത്തുന്നത് കലക്ഷൻ സാദാത്തികളാണ്, അവർക്കുള്ള നിസ്ബത്തും കലക്ഷൻ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് യാഥാർത്ഥ്യം. മരിച്ച ആൾക്കാർക്കും സവാബ് എത്തുമോ? തീർച്ചയായിട്ടും. ഇത് എല്ലാ സദസ്സിലും ഞാൻ പറയുന്നുണ്ട്. അതിനുള്ള തെളിവെന്താ? കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിക്കാൻ പറഞ്ഞ് യാസീൻ ഓതിയ മരിച്ച ആൾക്ക് കിട്ടുമോന്ന്. തെളിവെന്താ? ഞാൻ പറഞ്ഞു, ഒരു തെളിവില്ല, നീ മരിക്ക്, ഞാൻ ഓതാ, അന്നേരം എനിക്ക് മനസ്സിലാവും തെളിവുണ്ടോ ഇല്ലോ. അതുപോലെ ദീനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഇവരെ ഇങ്ങനത്തെ തലകളെ ശരിപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്ന ഈ ഉസ്താദുമാര് മൊയ്ലാമാര് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു നിയമത്താണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിയമത്താണ്. ഔലിയാക്കളെ, സാദാത്തികളെ കറാമത്ത് എന്താ? ഈ സദസ്സ് നോക്കിയതിന്റെ ശേഷം പിന്നെ എന്താന്ന് ഓൻ ചോദിച്ചാല് പിന്നെ ഓനിക്ക് എന്താ പറയേണ്ടത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര്, ഉസ്താദ് എന്തെല്ലാം പരിപാടികൾ തുടങ്ങിയതിന് 25 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു. ഇന്ന് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയല്ല, അന്ന് ദേവേഗൌഡ എല്ലാവരും തന്നെ വന്നുപോയി. ഇന്നത്തെ പ്രധാനമന്ത്രി ഉണ്ടെങ്കിലും വരട്ടെ, ഞങ്ങൾ അയാളെ ഇമാമത്ത് ചെയ്യാൻ എല്ലാവരും വിളിക്കുന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾ BJP-ക്കാരോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഓനെ പുയ്യാപ്പളായിട്ട് എടുക്കാനാ ഞാൻ സംസാരിക്കാൻ പോന്ന്. അടോ, നാട് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഏത് ജാതിയായാലും ഏത് പാർട്ടിയായാലും ഞങ്ങൾക്കെന്താ? അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദാവത്ത് കൊടുക്കേണ്ടത് ഞങ്ങളെ കടമയാണ്. ഹിദായത്ത് കൊടുക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ആലമീനാണ്. നബി